ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ മണാലി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുവാണ്ട. മണാലിയിൽ എന്തൊക്കെയാണ് വൈബെന്ന് നോക്കുക. അപ്പോൾ അതേ രാവിലെ കണ്ട സ്ഥലമാണ്, പക്ഷേ ഇവിടെ മഞ്ഞൊക്കെ പോയട്ടാ. മേലിലോട്ട് ഇപ്പോഴും ഉണ്ട്, മരത്തിലൊക്കെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞൊക്കെ പോയി. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. രാത്രി റോഡൊക്കെ കംപ്ലീറ്റ് ക്ലീനാക്കി. സത്യം പറഞ്ഞാൽ രാവിലെ കണ്ട ആ റോഡാണെന്ന് തോന്നുന്നു പോലുമില്ല. ഇവിടെ വണ്ടിയുടെ മേളിൽ കുറച്ചുണ്ട്. അപ്പം എന്തായാലും നേരെ ഞങ്ങള് എങ്ങോട്ടാണ് വെച്ചാൽ സോളാം വാലിയിലോട്ട് പോകല്ലേ നമ്മള്. ഓക്കെ, അതിന് ശേഷം വേറൊരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളിതേ വണ്ടിയുടെ അകത്തോട്ട് കയറിയുണ്ട്. ഇതേ ഗ്ലാസ്സിലൊക്കെ ഫുള്ള് മഞ്ഞാണ്ടാ. ഓ ഗൈസ് നമ്മള് പോകുന്ന ബൈക്കൊക്കെ മഞ്ഞാണ്ടാ. എല്ലായിടത്തും മഞ്ഞ് വീണ് കിടക്കുന്നത്. എത്ര പേരുണ്ട്? 150. എല്ലാ കോട്ടേഴ്സിന്റെയും താഴത്തൊക്കെ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്നത്. ഈ സമയത്ത് ഭയങ്കര ക്രൗഡാണ് ഇവിടെ മണാലിയില്. ഗൈസ് അപ്പോൾ നമ്മള് സോളാം വാലിയിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. ആ റോഡിൽ ഇതേ കംപ്ലീറ്റ് മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. അതേ ഇങ്ങോട്ട് പോയിക്ക് നമ്മുടെ ആ റിവറൊക്കെ കംപ്ലീറ്റ് മഞ്ഞാണ്. ഇന്നലെയൊക്കെ നോക്കാൻ നേരത്തെ അതിൻ്റെ അറ്റത്തെങ്ങാണ്ട് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാം, പക്ഷേ വേറെ സീനുണ്ട്. നമുക്ക് സോളാം വാലിയിലോട്ട് എത്രത്തോളം പോകാൻ പറ്റുന്ന അത്രത്തോളം നല്ല നല്ല വ്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോയി നോക്കാനാണ് തീരുമാനം. ഗൈസ് അപ്പോൾ നമ്മുടെ സോളാം വാലിയിലോട്ടുള്ള പോക്ക് നടപടി ആവൂല കേട്ടോ. ആ വണ്ടി പോണ പോയി മേളിൽ ഹായ്. കാരണം എന്താ വെച്ചാൽ ഹെവി സ്നോഫോൾസ് കാരണം അവിടെ ലോക്ക് ചെയ്തേക്കണെന്ന് പറയും. അപ്പോൾ അത് പോണ വഴിക്ക് തന്നെയല്ല, നല്ല വൈബ് ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ സൈഡാക്കിയിട്ടാ വണ്ടി. പോലീസുകാരൻ പറഞ്ഞ 1/2 കിലോമീറ്ററിനോട് പോയിട്ട് വേണമെങ്കിൽ തിരിച്ചു പോരെന്ന് പറഞ്ഞ് ഹിന്ദിയിൽ. സീനില്ല, അഡ്ജസ്റ്റ് ചെയ്തേകള്. ഇത് ഓയിക്കട്ടെ കൊന്നു വെച്ചാൽ മോരെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. ലൈഫിൽ വരണം എന്തായാലും ഒരു വട്ടം വരണം പറഞ്ഞ പോലെ. അതായത് നമുക്ക് മണാലി കാണണം എന്നല്ലെങ്കിൽ ഇതുപോലത്തെ വ്യൂസ് കാണുന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ പൊന്നു വെച്ചാൽ മോരെ ഒന്നും നോക്കണ്ട. കാരണം എന്ത് നോക്കിയാലും നമുക്ക് നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങുക, അല്ലാണ്ട് ഒരു രക്ഷയില്ല. ആരും നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരില്ല, നമ്മൾ തന്നെ പോയി കാണണം. നോ 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 ഒറിജിനൽ. ആകെ ഒരു മരത്തുമ്പോൾ ഇത്തിരി സാധനം കിട്ടുക കുഞ്ഞുപ്പൂ. അതാവും ഒറിജിനൽ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കണമെന്ന് പറയണത്. വെറുതെ വെറും തള്ളു, ഇന്റർനാഷണൽ തള്ളാണല്ലോ മച്ചാന്മാര്. യോ ഗൈസ് അടിപൊളി. ഇത് പോയിക്കേ കംപ്ലീറ്റ് മഞ്ഞ് വീണ് കിടക്കണുണ്ട് എല്ലായിടത്തും. നമ്മുടെ ഗ്ലൗസ് കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്ലൗസ് നനഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലൗസ് കൊണ്ട് അധികം പിടിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല കിടിലം വ്യൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ക്യാമറാമാൻ എന്ന് പറയുന്നത് നമ്മുടെ മൻസൂർക്കാണ് ഉണ്ടാ. എന്തായാലും മഞ്ഞൊന്ന് എടുത്ത് നോക്കാം നമുക്ക്. ഇതൊക്കെ സംഭവം ഇങ്ങോട്ട് തന്നെ വരണോട്ടാ. ലൈഫില് ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരണം. ഈ സമയത്ത് വരണം, മഞ്ഞ് വന്ന സമയത്ത്. അത് വേറെ കാര്യം. നമുക്ക് അങ്ങോട്ട് പോയോക്കാം. ഓ ഷുവർ.
ഈ മഞ്ഞിൻ്റെ നടുക്കുണ്ടല്ലോ അതേ നല്ല നമ്മുടെ കാലൊക്കെ താഴ്ന്നു കൊണ്ടിട്ടോ അതെ മഞ്ഞിൻ്റെ നടുക്ക് നല്ല അടിപൊളിയായിട്ട് ചെറിയൊരു റിവർ ഇങ്ങനെ ബിയാസ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒഴുകി പോകാനുള്ളത് എന്തിനാണ് ദിയാസ് അടിപൊളി. അപ്പോൾ ഇതിനൊക്കെ നോളജുള്ള ആൾ വേണം പറഞ്ഞ പോലെ. നമുക്ക് നദി എന്നല്ലാണ്ട് ഇതിൻ്റെ പേരറിയാൻ പാടില്ലല്ലോ. അയ്യവാ വൈബ് എന്ന് പറഞ്ഞാലും പോരാ, ഹെവി വൈബ്. ഇവിടെ സംഭവം നടക്കുമ്പോഴൊക്കെ നോക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കബൂറാവാൻ ചാൻസ് ഉണ്ട്. ഒന്നും ഉണ്ടാവില്ല എന്നല്ലേ. സോളാർ വാലി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൈഡും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുകയാണെന്ന് അവരുടെ. ഞങ്ങളത് കാണാനുള്ളൊരു വൈബിൽ ഇങ്ങനെ പോകാൻ വേണ്ടി ഒന്നാണ് ഇത്. വൈകെ മറ്റേ ചെറിയൊരു പീസ് മാത്രമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇത് നല്ല അടിപൊളി ഒരു നദിയാണ് കേട്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു വച്ചാലേ. എന്തൊക്കെ എവിടെയായിരുന്നു? കോഴിക്കോട്. കോഴിക്കോടല്ലേ. എന്തായിരുന്നു പേര്? പേരെന്തായിരുന്നു? മിസബ്. ഗൈസ് അപ്പോൾ ഇവിടെ ആരും തൊടാത്ത കുറച്ച് മഞ്ഞ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതുകൊണ്ടൊരു സ്നോമാൻ ഉണ്ടാക്കി വെക്കാം. റിജു എന്നോട് പ്രത്യേകിച്ച് എൻ്റെ വൈഫിനോട് പ്രത്യേകിച്ച് പറഞ്ഞു വിട്ടിയാണ് നാട്ടിൽ നിന്ന് ഒരു സ്നോമാൻ ഉണ്ടാക്കണമെന്ന് അവിടെ പോയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ? സ്നോമാൻ ഇപ്പം എങ്ങനെ വെള്ളം ഉണ്ടാവുമല്ലോ അല്ലേ? കുറച്ചുകൂടി വലുതായിക്കോ, അടിയിലൊരു വലുത്. സഭാ മച്ചാൻ്റെ എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? പിന്നെന്താ ഞങ്ങൾ വിളിക്കൂലേ. ഇവിടെ ഒരുപാട് മലയാളികൾ വന്നിട്ടുണ്ടാ. മലയാളി പൊടിയല്ലേ മച്ചാ. എങ്ങനെ ഉണ്ട് എന്റെ സ്നോമാൻ? ചെറിയ കയ്യാള് ഇത് വെക്കൂ നമ്മുടെ സ്നോമാനാട്ടാ. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ സ്നോമാൻ ആവശ്യക്കാർ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. മച്ചാ താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ നമ്മുടെ സ്നോമാൻ ഇവിടെ വിജയിച്ചിട്ടുണ്ട് കേട്ടാ. വൈഫിന്റെ പേര് വൈഫിന്റെ റിജു മോളെ സെറ്റല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ മച്ചാൻ ഇവിടെ പോസ് ചെയ്യുന്നുണ്ടാ. ഞാൻ सुबह किधर से? राजस्थान. ओके, तुम्हारा? हर्षदीप. ओके, थैंक यू सो मच. എനിക്ക് എന്താണെന്നറിയാൻ പാടില്ല, ഈ പഞ്ചാബികളെയും രാജസ്ഥാനികളെയൊക്കെയാണ് പ്രത്യേക സ്നേഹോട്ടെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് മെല്ലെ തെറിക്കുവാണ്. ആ തെറിക്കുന്ന സ്ഥലം കുറച്ച് സർപ്രൈസാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ബസിസ്റ്റ്, അതായത് ഇന്നലെ ആ ചൂടുവെള്ളം വരുന്ന ടെമ്പിളിൽ പോയായിരുന്നില്ല, അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കൊരു പരിപാടിയുണ്ട്. ഇന്നലെ വരുമ്പോൾ ഈ ഒരു വൈബൊന്നും ആയിരുന്നില്ല ഇവിടെ. ഇന്നലെയൊക്കെ നോർമലായിരുന്നു. അപ്പം മണാലിയിലോട്ട് വന്നാൽ പോരാ, അതായത് മഞ്ഞിലെ സമയം നോക്കി വന്നോട്ടാ, എന്നാലേ നടപടിയാവുള്ളൂ. ഈ ഒരു ലുക്കിൽ ഇത് കാണാൻ നൈസാണ്ടാ. അപ്പൊ തണുപ്പത്ത് വരുന്ന ചൂടുവെള്ളം എങ്ങനെയുണ്ട് നോക്കി നോക്കട്ടെ. അവിടത്തേക്ക് ആവി പോകണം എന്നൊക്കെ സീനുണ്ട. ലെഫ്റ്റ്. ഓക്കെ, താങ്ക് യു ഗൈസ്. അങ്ങനെ ഇപ്പോൾ നമ്മളൊരാളുടെ വീട്ടിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വൈബ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല.
കുറേ നടക്കാണ്ടെന്ന് പറഞ്ഞിട്ടാ. ഇവിടെയൊക്കെ കംപ്ലീറ്റ് സ്കിഡാവുന്ന പോലത്തെ മഞ്ഞുള്ളത്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് എടുത്ത് കളിക്കാൻ തോന്നട്ടോ ഉറപ്പായിട്ടും. സത്യമായിട്ട് ഇതൊരു സ്വർഗം തന്നെയാണ് ട്ടാ. ഇത് ഇവിടുത്തെ അതായത് മണാലിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇപ്പോൾ പോയത്. ഇവർ ഇന്നലെ വരുമ്പോഴും കണ്ടായിരുന്നു. ഇന്നൊരു കൊട്ടയൊക്കെ ബാക്കിൽ വെച്ചിട്ട് അടിപൊളിയായിട്ടായിരുന്നു വെച്ചാൽ വന്നിരുന്നത്. അല്ല ഡാത്തികൾ. ഗൈസ്, അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ, സ്വർഗത്തിലേക്കൂടെ അല്ലേ നടന്നുകൊണ്ടിരിക്കണത്? എൻ്റെ പൊന്നു, ഇത് പോയിക്കേ. സംഭവം കുറേ നടക്കാനുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഈ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുക്കണം, എടുത്തേ പറ്റുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പൊക്കിയെടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. സംഭവം ഇത് പൊക്കിയെടുത്തതിനാൽ നമ്മുടെ ഗ്ലൗസ് നനയും, പിന്നെ കൈയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അതായത് ഒരു തരം വേദനയാണ്, തണുപ്പല്ല. അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും എടുക്കാണ്ടിരിക്കാനും തോന്നുന്നില്ല. അതാണ് പ്രശ്നം. നൈസ് വ്യൂ അല്ലേ? താഴത്തോട്ട് പോയി നമ്മൾ വന്ന റോഡൊക്കെ കാണാണ്ട് കേട്ടാ. ഒരുപാട് ലോങ്ങിലാണ് നമ്മൾ പോയിക്കണത്. ലോങ് അല്ല, ഒരുപാട് ഹൈയിലാണ് നമ്മൾ പോയിക്കണത് കേട്ടാ. അങ്ങനെ ഇപ്പോൾ ഇവിടെ മഞ്ഞ് വേണ്ടെന്നൊക്കെ. നല്ല ക്ലീൻ ആയിട്ടുള്ള വെഹിക്കലുണ്ടല്ലേ? വെഹിക്കൽ വീഡിയോ വെഹിക്കലുണ്ടോ? നീ പറയണ്ട. സോറി, താങ്ക് യു. അപ്പോൾ ഞാൻ ഡാവ് പുറകിലുള്ള കാര്യം ആലോചിച്ചിട്ടില്ല കേട്ടാ. എന്തായാലും ഒരു വട്ടം കൂടി. റെഡി? 1 2 3. ഒരു വീടിന്റെ മേൽഭാഗമാണിട്ടത്. ഒരു വീടിന്റെ മേൽഭാഗമാണ്. അതായത് നമ്മുടെ ഓടും കാര്യങ്ങളൊക്കെ ആയിക്കൂലേ, ആ ഒരു ഭാഗമാണിത്. എൻ്റെ പൊന്നെ, എന്ത് വ്യൂ ആണല്ലേ! ഇതിങ്ങനെ അടിച്ച് പൊട്ടിച്ച് തീർത്തട്ടെ ഞങ്ങള്. മണാലിത്തെ മഞ്ഞ് മൊത്തം ഞാൻ തീർക്കുന്നു. നമ്മുടെ ലൈറ്റ് പോയി തുടങ്ങിയട്ടാ. അപ്പോൾ നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചിട്ട് ഒരു ചായക്കടയിലോട്ട് കണ്ട കയറി വന്നേക്കണേ. ബാബുക്കാസ് ചായക്കട. ഗൈസ്, അപ്പോൾ നമ്മൾ ബാബുക്കാടെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അവിടെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ വരും കേട്ടോ. അപ്പോൾ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം അവനെ കാണുമെന്നില്ലേ. എന്തായാലും നോക്കാം നമുക്ക്. ഇവിടെ ലൈറ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ മച്ചന്മാർ ഫ്ലാഷൊക്കെ അടിച്ച് വന്നേക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. ഇതൊക്കെ ഇവിടുത്തെ ഡ്രോയിങ്ങുകളാണ്ട. സംഭവം ഒരു വൈബ് ഏരിയ. ലവ് ഈസ് ഗോഡ്. അപ്പോൾ ഗൈസ്, ഇവിടെ വലിയൊരു മത്തങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടാ. നമ്മുടെ ബാബുക്കാക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തേണെന്ന് തോന്നുന്നു. അതിലാണ് നിങ്ങൾ മാറ്റം വരുന്നത്. അതായത് നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല.
മനസ്സിലായി. പക്ഷെ നിങ്ങൾ ആര് ഡിപ്പെൻഡ് ചെയ്തില്ല, നിങ്ങൾ ഇങ്ങനെ വെറുതെ വണ്ടി ഓടിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോ, വഴി മുന്നിൽ അങ്ങനെ യാത്ര അങ്ങനത്തെ ഒരു അനുഭവമുള്ള മനുഷ്യനാണ്. 25 വർഷം മുന്നേ ഞങ്ങൾ പറയും അത് നിങ്ങൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഹാപ്പിനെസ് കിട്ടും. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ അങ്ങനെ നമ്മുടെ ബാബുക്കാനെ പോയി മീറ്റ് ചെയ്തിട്ടാ ഭയങ്കര സന്തോഷമായി. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ മൂഡാണ് കേട്ടോ. അതായത് നമ്മളെപ്പോലെ ട്രാവൽസിന് അതായത് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അല്ല പക്ക മോട്ടീവാണ് വെച്ചാൽ വേറെ ലെവല് ഒന്നും പറയാനില്ല. കാരണം അവൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ വേറെ ഒരു മൂഡായിരുന്നു സംഭവം. അപ്പോൾ നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു വൈബല്ല ആളെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ആള് അത്യാവശ്യം ഫേമസ് ആയ ടൈമിൽ കയറി പാടാൻ മക്കളെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ ആളെ ഒരുപാട് മച്ചാന്മാർ വന്നിട്ട് നൈസായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീൻ കാരണം ഇപ്പോൾ ഗസ്റ്റിനെ ഒന്നും അലോഡില്ല. നമ്മുടെ അബ്ദുക്ക പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് മീറ്റ് ചെയ്തതാണ് ഞങ്ങളേട്ടാ. അപ്പോൾ ഇന്നിവിടെ സ്നോഫോളൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മുടെ ഇന്നലെ സ്നോഫോൾ ഉണ്ടായതിൻ്റെ സ്നോയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് നൈസായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. അപ്പോൾ അടുത്ത നല്ല അടിപൊളി കിടിലം വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഷമീർ മച്ചാൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം കേട്ടോ. ഓക്കെ, ലവ് യു ഓൾ.